നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിഞ്ഞാലക്കുട. കുട്ടംകുളം സമരത്തിന്റെ സ്മരണയ്ക്കായി സ്മാരകം നിർമ്മിക്കുന്നത് വിവാദത്തിലേക്ക്. കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ മുൻവശത്തുള്ള കുട്ടംകുളത്തിന്റെ ഒരു ഭാഗം നികത്തി സ്മാരകം നിർമ്മിക്കുന്നത് കുളത്തിന്റെ തനിമ നശിപ്പിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഭക്തരും പൈതൃക സംരക്ഷണ പ്രവർത്തകരും രംഗത്തെത്തിയിട്ടുള്ളത്. ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ 1 ഏക്കറോളം വിസ്തൃതിയിൽ ദീർഘചതുരാകൃതിയിലാണ് കുളം. വാസ്തുശാസ്ത്രപ്രകാരം ഉദയവും അസ്തമയവും ഗണിച്ചുണ്ടാക്കിയ കുളത്തിൽ നിഴൽ പതിക്കില്ലെന്ന പ്രത്യേകത കൂടിയുണ്ട്. സ്മാരക നിർമ്മാണത്തിനായി കുളത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തായി 3 മീറ്റർ വീതിയിലും 8 മീറ്റർ നീളത്തിലുമാണ് കരിങ്കല്ലുകൊണ്ട് കെട്ടി ഉയർത്തിയിട്ടുള്ളത്. കുട്ടംകുളം സമരത്തിന്റെ സ്മരണയ്ക്കായി സ്മാരകം നിർമ്മിക്കുന്നത് ഇരിങ്ങാലക്കുട നഗരസഭയുമായും കൂടൽമാണിക്യം ദേവസ്വവുമായി ചർച്ച ചെയ്തു വേണമെന്ന് മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. സ്മാരക നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ നാട്ടിലെ സമാധാന അന്തരീക്ഷം നിലനിർത്തുവാനുള്ള നടപടികളാണ് ആവശ്യം. റവന്യൂ ഭൂമിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളായാലും നഗരസഭയുടെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ബാധകമാണ്. സ്മാരക നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുളത്തിന്റെ വിസ്തൃതി കുറയ്ക്കുന്നത് കുളത്തിന്റെ വാസ്തുശാസ്ത്രപരമായ പ്രത്യേകതകളെ തകർക്കുമെന്ന വാദവും ഉയരുന്നുണ്ട്. പള്ളിവേട്ട ആൽത്തറയ്ക്കിൽ നിന്നും കൂടൽമാണിക്യം ക്ഷേത്രം കാണാവുന്ന രീതിയിലാണ് ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. സ്മാരക നിർമ്മാണം ക്ഷേത്രത്തിന്റെ കാഴ്ചയെ മറയ്ക്കുമോ എന്ന ആശങ്കയും പൊതുസമൂഹത്തിലുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ കൂട്ടായ ചർച്ചയിലൂടെ മാത്രമേ സ്മാരക നിർമ്മാണവുമായി മുൻപോട്ടു പോകാവൂവെന്ന് മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ ആവശ്യപ്പെട്ടു. FCRA നിയമ ഭേദഗതി ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ റാലി സെന്റ് തോമസ് കത്തീഡ്രൽ AKCCയുടെ നേതൃത്വത്തിൽ ഇടവകയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പ്രതിഷേധ റാലി കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ ഉദ്ഘാടനം ചെയ്തു. AKCC പ്രസിഡന്റ് സാബു കൂനൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കത്തീഡ്രൽ അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ലിൻഡോ കാരക്കാടൻ, ഫാദർ ക്രിസ്റ്റോൺ കൈനാടത്ത് പറമ്പിൽ, ഫാദർ ജസ്റ്റിൻ കളർപാറ, CMC പ്രൊവിൻഷ്യൽ സിസ്റ്റർ ധന്യ, കത്തീഡ്രൽ ട്രസ്റ്റിമാരായ PT ജോർജ്, സാബു ജോർജ്, തോമസ് തൊകലത്ത്, അഡ്വക്കേറ്റ് MM ഷാജൻ, കുടുംബ സമ്മേളന കേന്ദ്ര സമിതി പ്രസിഡന്റ് ജോബി അക്കരക്കാരൻ, AKCC സെക്രട്ടറി റോബി കാളിയങ്കര, ട്രഷറർ ഡേവിസ് ചക്കാലയ്ക്കൽ, വൈസ് പ്രസിഡന്റ് ഷാജു കണ്ടംകുളത്തി, രൂപത AKCC PRO ടെൽസൺ കോട്ടോളി എന്നിവർ പ്രസംഗിച്ചു. ന്യൂനപക്ഷാവകാശങ്ങൾ സംരക്ഷിക്കുക. ന്യൂനപക്ഷാവകാശങ്ങൾ സംരക്ഷിക്കുക. ന്യൂനപക്ഷാവകാശങ്ങൾ സംരക്ഷിക്കുക. ന്യൂനപക്ഷാവകാശങ്ങൾ സംരക്ഷിക്കുക. മതേതരത്വം സംരക്ഷിക്കുക. മതേതരത്വം സംരക്ഷിക്കുക. ന്യൂനപക്ഷാവകാശങ്ങൾ സംരക്ഷിക്കുക. FCRA പിൻവലിക്കുക. മതേതരത്വം സംരക്ഷിക്കുക. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ആരംഭിച്ച ഒരു ബില്ലാണിത്. ആ ബില്ല് പ്രകാരം കത്തോലിക്ക സഭ ക്രിസ്ത്യാനികള് വളരെ കൃത്യമായിട്ട്, എനിക്കറിയാം വ്യക്തിപരമായിട്ട്, ഞാനായിരിക്കുന്ന ഈ ദേവാലയത്തിന്റെ കണക്കുകൾ പോലും ഗവൺമെന്റ് ഓഡിറ്റിങ്ങിന് വിധേയമാക്കുന്നതാണ്. ഒരു പൈസ എവിടെന്നെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ബില്ലും വൗച്ചറും പ്രകാരം ഗവൺമെന്റ് ഓഡിറ്റേഴ്സ് അത് പരിശോധിച്ച് ഗവൺമെന്റിന്റെ നിയമമനുസരിച്ച് അംഗീകാരം വാങ്ങിച്ചിട്ടാണ് നാം കണക്കുകൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. പ്രവർത്തനങ്ങളെ നമ്മൾ നിജപ്പെടുത്തുന്നത് അപ്രകാരമാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന FCRA ബില്ലില് ഇപ്പോൾ ഒരു അമെന്റ്മെന്റ് വരുത്തണമെന്ന് പറയുവാനുള്ള കാരണത്തെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യത്തിന്, ഈ സമ്മേളനത്തിന് കാരണമാക്കിയത്. ഇത്രയും കാലം കൊണ്ടുവന്നതും കൃത്യമായിട്ട് കണക്കുകൾ ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു സമുദായത്തിന്റെ പ്രവർത്തനങ്ങളെ മൂക്കേറിട്ട് കടിഞ്ഞാനിട്ട് മുകളിൽ ചാട്ടവാറ് വീശിക്കൊണ്ട് പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടാണോ, അതും ന്യൂനപക്ഷത്തെ തളയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണോ സെൻട്രൽ ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റ് ഈ FCRA ബില്ലിൽ ഇപ്പോൾ ഒരു അമെന്റ്മെന്റ് വരുത്തണമെന്നുള്ള അത്യാവശ്യ കാര്യമായിട്ട്
പ്രത്യേകിച്ച് നമ്മുടെ ഇലക്ഷന് തൊട്ട് മുമ്പ് അത് പ്രഖ്യാപിച്ചതിന്റെ ഗൂഢരഹസ്യം എന്താണെന്നാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഷമവും ദുഃഖകരവുമായിട്ടുള്ള. ഊരകം പള്ളിയിലെ അമ്പു തിരുനാളിന് വ്യാഴാഴ്ച കൊടികയറും. രാവിലെ 6:30 നടക്കുന്ന കൊടിയേറ്റ ചടങ്ങുകൾക്ക് ഫാദർ ജോസ് പുല്ലുപറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് നവനാളിനോടനുബന്ധിച്ച് 24 വരെ രാവിലെ 6:30 ലതീഞ്ഞ്, നൊവേന, ദിവ്യബലി എന്നിവയ്ക്ക് ഫാദർ ബിനോയ് പള്ളിപ്പറമ്പിൽ, ഫാദർ ഗസ്ലിൻ പയസ് കൂള, ഫാദർ ജോർജ് പാലമറ്റം, ഫാദർ തോമസ് നാട്ടേക്കാടൻ, ഫാദർ സിജോ ഇരുമ്പൻ, ഫാദർ ജോയ് കടമ്പാട്ട്, ഫാദർ സിബു കള്ളാപ്പറമ്പിൽ, ഫാദർ പോളി കണ്ണൂക്കാടൻ എന്നിവർ കാർമ്മികത്വം വഹിക്കും. ഏപ്രിൽ 26 ഞായറാഴ്ചയാണ് തിരുനാൾ. ഇരിങ്ങാലക്കുട പരേതനായ നായങ്കര മുരിങ്ങത്തുപറമ്പിൽ ജോസ് ഭാര്യ എൽസി അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. പൈജു, ഡെന്നി എന്നിവർ മക്കളും റോസ്മോൾ, ജെയ്മോൾ എന്നിവർ മരുമക്കളുമാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.